ഇൻഡോറിൽ പണമിടപാട് തർക്കത്തെ തുടർന്ന് സ്വന്തം സുഹൃത്തിനെയാണ് ഒരു യുവാവ് കൊലപ്പെടുത്തിയത്. ദീർഘകാലമായി നിലനിന്ന സാമ്പത്തിക തർക്കത്തിനൊടുവിലായിരുന്നു ഈ കൊലപാതകം. വ്യാഴാഴ്ച രാത്രി ഹാത്തിപാലയിലാണ് സംഭവം നടക്കുന്നത്. ഫിറോസ് അൻസാരിയും മുഹമ്മദ് അർബാസും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സാമ്പത്തിക തർക്കമാണ് ഒടുക്കം കൊലപാതകത്തിൽ കലാശിച്ചത്. വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഫിറോസ് മുഹമ്മദിന്റെ പക്കൽ നിന്നും ഒരു തുക കടമായി വാങ്ങുന്നത്. എന്നാൽ കാലം ഇത്ര കഴിഞ്ഞിട്ടും അത് തിരിച്ചു നൽകാൻ ഫിറോസ് തയ്യാറായില്ല. പലതവണ മുഹമ്മദ് പണം തിരികെ ചോദിച്ചിട്ടും ഫിറോസ് പണം തിരികെ നൽകാതെ വന്നതോടെയാണ് പ്രശ്നം ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഫിറോസിന്റെ കൊലപാതകം നടക്കുന്ന ദിവസവും മുഹമ്മദ് പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു. അത് ഫിറോസ് നിരസിച്ചതോടെ സംഘർഷം രൂക്ഷമായി. അതിന് പിന്നാലെ തന്നെ മുഹമ്മദ് കത്തി ഉപയോഗിച്ച് ഫിറോസിനെ കുത്തുകയായിരുന്നു. ഫിറോസിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം മുഹമ്മദ് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഫിറോസിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് വ്യാഴാഴ്ച രാത്രി 9:15 സംഭവം നടക്കുന്നത്. കാലങ്ങളായ സുഹൃത്തുക്കളായിരുന്നു ഈ മുഹമ്മദും ഫിറോസും. പോലീസിന്റെ അന്വേഷണത്തിൽ മുഹമ്മദ് മുൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഫിറോസിന്റെ മരണശേഷം ഇയാളെ പോലീസ് സമീപത്തെ റെയിൽവേ ട്രാക്കിനടുത്ത് നിന്നും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. रावजी बाजार पुलिस थाने के टीम ने एक हत्या की आरोपी को 3 घंटे के अंदर इसको गिरफ्तार किया गया है। घटना इस तरीके से था, मृतक फिरोज अंसारी इसकी दोस्त था, अभी वो आरोपी भी है और आरोपी का नाम है अरबाज। ये भी दोनों रावजी बाजार थाना क्षेत्र के रहने वाले हैं। ये दोनों 10-15 साल से जान पहचान वाले थे। अरबाज ने मृतक को कुछ साल पहले कुछ पैसा को इन्होंने दिया था। उस पैसा का मृतक फिरोज अंसारी ने वापस नहीं करना था। उसी विवाद में ये दोनों मिले थे वहाँ पे हाथीपाला के पास, तो वहाँ पे शराब की दुकान के पास। वहाँ पे आरोपी है अरबाज, उसके साथ धक्का मुक्की करने लगी है और उसी के बाद अरबाज ने मृतक फिरोज अंसारी को दरदार हथियार चाकू से इन्होंने लगातार हमला किया और पैरों के पास जांघ में इन्होंने हमला किया। उसी इंजरी की वजह से उधर ही वो कोलैप्स हो जाता है। उसके बाद उसको फिरोज अंसारी को तुरंत हम लोगों ने पुलिस की सहायता के साथ और लोकल आदमियों की सहायता के साथ उसको एमआईएच अस्पताल पहुंचा गया और एमआईएच अस्पताल में डॉक्टरों ने उसको मृतक घोषित किया गया। उसके बाद हम लोगों ने तुरंत एडिशनल डीसीपी जोन 4, एसीपी जूनी इंदौर और टीआई रावजी बाजार के अंतर्गत हम लोगों ने एक टीम की गठित किया है तुरंत। और उसके बाद वहाँ के आसपास की सीसीटीवी फुटेज को हम लोगों ने अध्ययन किया। सीसीटीवी फुटेज उसमें भी इसकी आरोपी की पूरा उसमें वो कृत्य का पूरा उसमें सामने आया था सीसीटीवी फुटेज में। ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. BNS സെക്ഷൻ 103 പ്രകാരം മുഹമ്മദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസിനെ കണ്ടയുടനെ റെയിൽവേ ട്രാക്കിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മുഹമ്മദ് വീണ് കാലിന് പരിക്കേറ്റതോടെയാണ് പോലീസ് പിടിയിലാകുന്നത്. ഒരു പതിറ്റാണ്ടിലേറെയായി ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. ചോട്ടി ഘാട്ടോളി പോലീസ് സ്റ്റേഷനിൽ മുഹമ്മദിന്റെ പേരിൽ മറ്റ് നിരവധി ക്രിമിനൽ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.